ഇന്ന് നമ്മൾ നോക്കുന്നത് 2025 ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫെയർ ആണ്. സർക്കാർ ഉദ്യോഗസ്ഥരിലെ അഴിമതിക്കാരെ പിടികൂടാൻ വിജിലൻസ് ആരംഭിച്ച ഓപ്പറേഷൻ നൽകിയ പേര് ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ് ആണ്. സർക്കാർ ഉദ്യോഗസ്ഥരിലെ അഴിമതി തടയാൻ വേണ്ടി വിജിലൻസ് ആരംഭിച്ച ഓപ്പറേഷൻ. അഴിമതി കണ്ടെത്തുന്നതിനായി സംസ്ഥാന വ്യാപക സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ വിജിലൻസ് വിഭാഗം നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ സെക്യൂർ ലാൻഡ്. വർദ്ധിച്ചുവരുന്ന ലഹരിമരുന്ന് വ്യാപനം തടയാൻ സംസ്ഥാന വ്യാപകമായി എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ്. സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ ക്ലീൻ വീൽസ്. വനം വകുപ്പിൽ നടക്കുന്ന അഴിമതിയും ക്രമക്കേടുകളും കണ്ടെത്തുന്നതിനുള്ള വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ വനരക്ഷ. വെളിച്ചെണ്ണയുടെ ഗുണനിലവാരം ഉറപ്പാക്കാനും മായം ചേർത്ത എണ്ണയുടെ വിൽപ്പന തടയാനും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയാണ് ഓപ്പറേഷൻ നാളികേര. സംസ്ഥാനത്ത് ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നവരുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ റെയിൽവേ പോലീസും ലോക്കൽ പോലീസും ചേർന്ന് ആരംഭിച്ച പദ്ധതി ഓപ്പറേഷൻ രക്ഷിത. ഭൂട്ടാൻ വഴി ആഡംബര കാറുകൾ നികുതി വെട്ടിച്ച് ഇന്ത്യയിലെത്തിച്ച് മറിച്ചു വിൽക്കുന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്ന് കസ്റ്റംസ് രാജ്യവ്യാപകമായി നടത്തിയ ഓപ്പറേഷൻ നൽകിയ പേര് ഓപ്പറേഷൻ നുംഖോർ. ഓപ്പറേഷൻ നുംഖോറിലെ നുംഖോർ എന്നതിൻ്റെ ഭൂട്ടാനീസ് ഭാഷയിലെ അർത്ഥം വാഹനം എന്നാണ്. അടുത്ത ക്വസ്റ്റ്യന്, 2023 സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം നേടിയത് തലശ്ശേരി പോലീസ് സ്റ്റേഷൻ. 2024 സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം നേടിയത് മുഹമ്മ പോലീസ് സ്റ്റേഷൻ. 2023 തലശ്ശേരി പോലീസ് സ്റ്റേഷൻ, 2024 മുഹമ്മ പോലീസ് സ്റ്റേഷനും. കേരളത്തിൽ എവിടെയാണ് ഇന്ത്യ റിസർവ് പോലീസിന്റെ പുതിയ ബറ്റാലിയൻ സ്ഥാപിക്കുന്നത്? കോട്ടുക്കൽ, കൊല്ലം. സിവിൽ വ്യവഹാരങ്ങളിലും ഗുരുതരമല്ലാത്ത ക്രിമിനൽ തർക്കങ്ങളിലും അതിവേഗം നീതി ലഭ്യമാക്കാനുള്ള കേരള പോലീസിന്റെ പദ്ധതിയാണ് സമയം. കേരള കലാമണ്ഡലത്തിൽ ചരിത്രത്തിലാദ്യമായി മലയാളി നൃത്ത അധ്യാപകനായി നിയമനം ലഭിച്ച നർത്തകൻ RLV രാമകൃഷ്ണൻ. ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സുവോളജിക്കൽ പാർക്ക് പുത്തൂർ സുവോളജിക്കൽ പാർക്ക്, തൃശ്ശൂർ. ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സുവോളജിക്കൽ പാർക്ക് പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ സുവോളജിക്കൽ പാർക്കാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക്, തൃശ്ശൂർ. ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന സുവോളജിക്കൽ പാർക്ക് പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. അപ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സുവോളജിക്കൽ പാർക്ക് പുത്തൂർ സുവോളജിക്കൽ പാർക്ക്, തൃശ്ശൂർ. ഇന്ത്യയിലെ ആദ്യ ഡിസൈനർ സുവോളജിക്കൽ പാർക്ക് പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. ഇന്ത്യയിലെ ആദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന സുവോളജിക്കൽ പാർക്ക് പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ അതിജീവിച്ച സ്ത്രീകൾ ചേർന്ന് രൂപീകരിച്ച ലൈഫ് ലൈൻ വയനാട് എന്ന കൂട്ടായ്മ നിർമ്മിക്കുന്ന ബാഗിന് നൽകിയ പേരാണ് ബെയിലി. 2025 ജൂലൈ 21 അന്തരിച്ച കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ. 2024 മെയ് മാസത്തിൽ അന്തരിച്ച ചക്രകസേരയിൽ ഇരുന്ന് നാടിനാകെ അക്ഷരം വെളിച്ചം പകർന്ന പ്രശസ്ത മലയാളി സാക്ഷരതാ പ്രവർത്തകയാണ് KV റാബിയ. ആത്മകഥ സ്വപ്നങ്ങൾക്ക് ചിറകുണ്ട്. അടുത്തിടെ അന്തരിച്ച മലബാറിൽ നിന്നുള്ള മുസ്ലിം വിഭാഗത്തിലെ ആദ്യ വനിതാ MLA ആണ് കാനത്തിൽ ജമീല. കേരള നിയമസഭയെ അംഗമായിരിക്കെ അന്തരിച്ച ആദ്യ വനിതയാണ് കാനത്തിൽ ജമീല, കൊയിലാണ്ടി. കേരള നിയമസഭയെ അംഗമായിരിക്കെ അന്തരിച്ച ആദ്യ വനിതയാണ് കാനത്തിൽ ജമീല. 2025 ജനുവരിയിൽ അന്തരിച്ച സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ വ്യക്തിയാണ് KS മണിലാൽ. അപ്പോൾ 2025 ജനുവരിയിൽ അന്തരിച്ച സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ വ്യക്തിയാണ് KS മണിലാൽ. ഓർത്തോസ് മലബാറിക്കസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്ത വ്യക്തിയാണ് KS മണിലാൽ. 2025 ഫെബ്രുവരി അന്തരിച്ച മോപ്സാങ് വാലത്ത് ഏതു മേഖലയിലായിരുന്നു? പ്രശസ്തൻ ചിത്രകാരനാണ്. ലോലൻ എന്ന ഒറ്റ കഥാപാത്രം കൊണ്ട് മലയാള കാർട്ടൂൺ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച് അന്തരിച്ച കാർട്ടൂണിസ്റ്റ് ചെല്ലൻ്റെ ശരിയായ പേര് TP ഫിലിപ്പ് ആണ്. എഴുത്തുകാരനും ചിന്തകനും സാഹിത്യ വിമർശകനും അധ്യാപകനുമായിരുന്ന പ്രൊഫസർ MK സാനു, മംഗലത്ത് കേശവൻ സാനു അന്തരിച്ചത് 2025 ഓഗസ്റ്റ് 2. എഴുത്തുകാരനും ചിന്തകനും സാഹിത്യ വിമർശകനും അധ്യാപകനുമായിരുന്ന പ്രൊഫസർ MK സാനു അന്തരിച്ചത് 2025 ഓഗസ്റ്റ് 2.
പ്രൊഫസർ MK സാനുവിൻ്റെ ആത്മകഥയാണ് കർമ്മഗതി. 2025 50ാം ചരമവാർഷികം ആചരിക്കുന്ന മലയാളത്തിൻ്റെ പ്രിയ കവിയും ഗാനരചയിതാവുമായ വ്യക്തിയാണ് വയലാർ രാമവർമ്മ. 2025 50ാം ചരമവാർഷികം ആചരിക്കപ്പെടുന്ന മലയാളത്തിൻ്റെ പ്രിയ കവിയും ഗാനരചയിതാവുമായ വ്യക്തി വയലാർ രാമവർമ്മ. 2025 മാർച്ച് 1 അന്തരിച്ച പ്രശസ്ത സിനിമാ ഗാനരചയിതാവ് മാങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. 2025 മാർച്ച് 1 അന്തരിച്ച പ്രശസ്ത സിനിമാ ഗാനരചയിതാവ് മാങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. 2025 ജാനുവരി 25 അന്തരിച്ച പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ KM ചെറിയാൻ. ഇന്ത്യയിലെ ആദ്യത്തെ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ KM ചെറിയാനാണ്.